വേൾഡ് കപ്പ് 2026ന്റെ മറ്റൊരു ശക്തമായ ദിവസം കൂടി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങളും ഒരുപാട് പോരാട്ടങ്ങളും കണ്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് പോർച്ചുഗൽ ടീമിനും. അപ്പൊ നമുക്ക് നേരെ കളിയിലേക്ക് കടക്കാല്ലേ. അപ്പൊ ഏതൊക്കെയായിരുന്നു ടീമുകൾ? അപ്പൊ ഇന്നലെ 4 മാച്ചസ് ആയിരുന്നു നടന്നത്. അതിൽ എടുത്ത് പറയേണ്ടത് പോർച്ചുഗലിന്റെ ഗെയിം തന്നെയാണ്. പോർച്ചുഗലിന്റെ റൊണാൾഡോ 2 ഗോളാണ് പോർച്ചുഗലിന് നേടിക്കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഗംഭീര വിജയത്തോടു കൂടി പോർച്ചുഗൽ ഇപ്പൊ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് വന്നിട്ട് പോർച്ചുഗൽ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ 5-0 എന്ന് പറയുന്ന ഒരു ഗോൾ സ്കോറിലേക്കാണ് അത് മാറിയത്. പിന്നെ വന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് ഘന, അതൊരു സമനില 0-0 എന്നുള്ളൊരു സമനിലയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രൊയേഷ്യ വേഴ്സസ് പനാമ, അതിൽ ക്രൊയേഷ്യ മുന്നിട്ട് നിന്ന് പനാമനെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ 1-0 എന്നൊരു സ്കോറായിരുന്നു. പിന്നെ കൊളംബിയ വേഴ്സസ് കോങ്കോ, കോങ്കോനെ നമുക്കറിയാം പോർച്ചുഗലിനെ തളച്ചിട്ട ഒരു ടീമായിരുന്നു കോങ്കോ. അപ്പോൾ കോങ്കോന് ഇപ്രാവശ്യം കൊളംബിയ എന്തായാലും തളച്ചിട്ടുണ്ട്. 1-0 എന്നുള്ളൊരു സ്കോറിലേക്കാണ് കൊളംബിയ വേഴ്സസ് കോങ്കോയുടെ മാച്ച് നടന്നത്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും പോർച്ചുഗൽ ഫാൻസിന് ഒരു മികച്ച ദിവസം തന്നെയായിരുന്നു. റൊണാൾഡോയുടെ ഒരു തിരിച്ചു വരവ്, നമ്മൾ പറയുന്നത് പോലെ റൊണാൾഡോന്റെ കാലിലേക്ക് ബോൾ എത്തിയാൽ മതി, ബാക്കി ആൾ നോക്കിക്കോളൂ എന്ന് പറയുന്ന രീതിയിലേക്കായിരുന്നു ഇന്നലത്തെ ഒരു ഡേ പോർച്ചുഗൽ ഫാൻസിന് എന്ന് പറയുന്നല്ലേ. അതെ, തീർച്ചയായിട്ടും റൊണാൾഡോയുടെ മികച്ച ഒരു കംബാക്ക് തന്നെ എന്ന് പറയാം. അവരുടെ ഓപ്പണിങ്ങിൽ ഒരുപാട് നിരാശയും വിമർശനങ്ങൾ കൊണ്ടും റൊണാൾഡോനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. കളിക്കാൻ ഇറങ്ങിയിട്ട് പോലും കളിക്കാൻ അറിയാനുള്ള റൊണാൾഡോക്ക് എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള പരിഹാസങ്ങളും എല്ലാം നമ്മൾ കണ്ടതായിരുന്നു. അവിടെ നിന്നെല്ലാം ഉയർന്നു വന്ന് 0-5 എന്നുള്ളൊരു സ്കോറിൽ എതിരാളികളെ തളച്ചിട്ട ഒരു റൊണാൾഡോനാണ് നമ്മൾ കണ്ടത്. 2 ഇരട്ട ഗോളുകൾക്കാണ് റൊണാൾഡോ ആ ഒരു കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നേരെ കളിയിലേക്ക് അടക്കാം അല്ലെ. ഫസ്റ്റ് അടിക്കുന്നത് റൊണാൾഡോ തന്നെയാണ്. അപ്പോൾ റൊണാൾഡോ 6ാമത്തെ മിനിറ്റിലാണ് പോർച്ചുഗലിന് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. ക്യാൻസലോ നൽകിയ ഒരു ക്രോസിന്റെ ഒരു ഷൂട്ടിലായിരുന്നു റൊണാൾഡോ ആ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ആ ഗോള് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് ഷോട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഷോട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. സിമ്പിൾ ഷോട്ടിൽ റൊണാൾഡോ 6ാമത്തെ മിനിറ്റിൽ പോർച്ചുഗലിന് ഒരു ഗോൾ നേടിക്കൊടുത്തു. പിന്നെ 17ാമത്തെ മിനിറ്റിലാണ് ഒരു ഫ്രീ കിക്ക്. 17ാമത്തെ മിനിറ്റിൽ പോർച്ചുഗലിന് ഒരു ഫ്രീ കിക്ക് കിട്ടി. അതിൽ ന്യൂനോ മെൻഡസ് ആണ് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഫ്രീ കിക്ക് വഴി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അതിൽ നമുക്കൊരു കൗതുകമുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ അടിക്കുമെന്ന്, ആ ഒരു ഫ്രീ കിക്ക് റൊണാൾഡോ അടിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാ ക്യാമറ കണ്ണുകളും അതുപോലെ അവിടെയുള്ള കാണികളും എല്ലാം റൊണാൾഡോയുടെ അടുത്തായിരുന്നു. പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ആ ഒരു മൂവ് ന്യൂനോ മെൻഡസ് അടിച്ച് അതൊരു ഫ്രീ കിക്ക് ഒരു ഗോളായിട്ട് മാറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ഗോൾ വരുന്നത് 39ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. അതുപോലെ 60ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. 87ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. റൊണാൾഡോ 2 തവണയും ന്യൂനോ മെൻഡിസും പിന്നെ റഫായേൽ ലിയാവോ ആണ് പിന്നെ ഗോളുകൾ അടിക്കുന്ന നമ്മുടെ പോർച്ചുഗലിന്റെ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെൽഫ് ഗോൾ ആയിരുന്നു. അങ്ങനെ 5 ഗോളുകൾ, എതിരില്ലാത്ത 5 ഗോളുകൾക്ക് കളം നിറഞ്ഞ് മത്സരിച്ചുകൊണ്ടാണ് റൊണാൾഡോ ടീമും കളിക്കളം വിടുന്നത്. റൊണാൾഡോയ്ക്ക് ഹാട്രിക് അടിക്കാനുള്ള ഒരു ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഹാട്രിക് അടിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ 73ാമത്തെ മിനിറ്റിൽ ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അടിക്കാൻ പറ്റിയില്ല. എങ്കിലും റൊണാൾഡോയുടെ വലിയൊരു കംബാക്ക് തന്നെ എടുത്ത് പറയേണ്ട ഒരു കളി കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന താരമെന്നൊരു നേട്ടം കൂടി റൊണാൾഡോ ഈ കഴിഞ്ഞൊരു മത്സരത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാ അധിക്ഷേപങ്ങൾക്കും നിരാശകൾക്കും എല്ലാം ഒടുമ്പിൽ ആരാധകർക്ക് ആഘോഷിക്കാനുണ്ടായ ഒരു മൊമെന്റ് തന്നെയായിരുന്നു റൊണാൾഡോയുടെ കഴിഞ്ഞ ദിവസത്തെ മാച്ച് അല്ലേ. അതെ, ഇനിയിപ്പം ഉസ്ബെക്കിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ 29ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഗോൾ റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത്. പോർച്ചുഗലിന്റെ ഒരു പ്ലെയറിനെ ഫൗൾ ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗോൾ റദ്ദാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഗംഭീര ആഘോഷമായിരുന്നു ആ ഒരു ഗോൾ അടിച്ചിട്ട്. പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് അതൊരു ഫൗൾ ഗോളായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫൗൾ ചെയ്യപ്പെട്ടിട്ട് അവിടെ ഒരു വിസിൽ പോലും മുഴങ്ങാണ്ട് പിന്നെയാണ് അതൊരു ഗോളിലേക്ക് മാറിയത്. അപ്പം റെഫറി ആ ഒരു ഗോൾ റദ്ദാക്കുന്ന ഒരു അവസ്ഥയായി. അങ്ങനെയാണ് ആ ഒരു മാച്ച് 5-0 എന്നുള്ളൊരു സ്കോറിലേക്ക് വന്നത്. ഇതോടുകൂടി ടൂർണമെന്റിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ പുറത്തു കടക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ഒരു കളിയിൽ നിന്ന് നമ്മൾ എല്ലാവരും കണ്ടത്. തികച്ചും ഒരു റൊണാൾഡോയുടെ ഒരു ഡൊമിനേഷനിൽ പോയ ഒരു കളിയാണ്. തീർച്ചയായും ഒരു കംബാക്ക് ആണ് പോർച്ചുഗലിന്. ഇത്തവണ ലോകകപ്പിൽ വമ്പന്മാരെ തോൽപ്പിക്കുന്ന കൂട്ടത്തിൽ പോർച്ചുഗലും ഒട്ടും മോശമല്ല എന്ന് ഒരു തോൽവിയിൽ നിന്ന് മറ്റൊരു വിജയത്തിലേക്ക് ജയിച്ചുകൊണ്ട് അവർ തിരുത്തി എഴുതിയിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഘനയുടെ മാച്ചായിരുന്നു. അപ്പം ഇതൊരു സമനില ഗോളായിരുന്നു. അപ്പം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു സമനില എന്ന് പറയുമ്പോൾ അതൊരു നിരാശ ഉളവാക്കുന്ന ഒരു ഗെയിമായി മാറി, അല്ലെങ്കിൽ ഒരു മാച്ചായിട്ട് മാറി. ഇംഗ്ലണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷെ അതും സമനില, അതും 0-0 എന്നുള്ളൊരു സമനിലയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതെന്തായാലും ഒരു നിരാശ
ഉളവാക്കിയിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇംഗ്ലണ്ടിന് കുറച്ചും കൂടിയും ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഇത്രയും കൂടിയും ഒരു പൊട്ടൻഷ്യൽ കാണിച്ചാൽ മാത്രമാണ് അവർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതായിരുന്നു അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ മാത്രം ഈ ഗോളികളെ കുറിച്ചായിരുന്നു. ഇപ്പം 0-0 എന്ന് പറയുമ്പോൾ 2 ഗോളികളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗനയുടെ ശക്തമായ ഒരു ഡിഫെൻഡീവ് ലോ ബ്ലോക്ക് മറികടക്കാൻ ഇംഗ്ലണ്ടിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കളി അവസാനിക്കുന്ന ഘട്ടത്തിൽ നിക്കോ ഓരോലി എന്ന് പറയുന്ന പ്ലെയർ ഒരു ഗോൾ അടിക്കാൻ നോക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അത് പോസ്റ്റിൽ തട്ടി, ഹെഡർ ആയിരുന്നു അത്, പോസ്റ്റിൽ തട്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെ നമ്മൾ ആ ഒരു ബോൾ തന്നെ ഹാരി കെയ്ൻ ശക്തമായി അടിച്ച് പിന്നെ ഒരു ഗോളാക്കാൻ നോക്കിയെങ്കിലും പോസ്റ്റിലും പോലും തട്ടാത്ത മുകളിലൂടെ പറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശക്തമായ ഒരു പ്രതിരോധം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഗാന തീർത്തതെന്ന് തീർച്ചയായും പറയണം. ഇത്രയും വലിയൊരു വമ്പന്മാരെ ഗാന ഒരു ഡിഫെൻഡീവ് ബ്ലോക്കിൽ തളച്ചിടാന്ന് പറയുമ്പോൾ അത് ശക്തമായ ഒരു ഗാന എന്ന് പറയുന്ന ഒരു ടീമിന്റെ മുന്നേറ്റം തന്നെയായിട്ട് നമുക്ക് ഈ ലോകകപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ നെക്സ്റ്റ് മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ ക്രൊയേഷ്യ വേഴ്സസ് പനാമ മാച്ച് ആയിരുന്നു. അപ്പൊ അതിൽ ക്രൊയേഷ്യ 1 പോയിന്റ് നേടിയിട്ട് പനാമേനെ തോൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മാറിയത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു മത്സരത്തോട് കൂടിയിട്ട് ഇപ്പം ക്രൊയേഷ്യയുടെ പോയിന്റ് 3 points ആണ്. ഇപ്പൊ ഗ്രൂപ്പ് മാച്ചസിന് നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യക്ക് ഇപ്പൊ 3 points ആണുള്ളത്. നമുക്ക് ആ ഒരു ഫോർമേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയുടെ ഫോർമേഷൻ വന്നിട്ട് 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലായിരുന്നു ക്രൊയേഷ്യ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേസമയം പനാമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 3-4-3 എന്ന് പറയുന്ന ഫോർമേഷനിലായിരുന്നു ആ കളി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 54-ാമത്തെ മിനിറ്റിലാണ് ക്രൊയേഷ്യക്ക് അതിന്റെ ഒരു റിസൾട്ട് കാണുന്നത്. അപ്പം 54-ാമത്തെ മിനിറ്റിൽ ബുദിമീർ ആണ് ക്രൊയേഷ്യക്ക് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ്. എന്തായാലും നമ്മൾ ക്രൊയേഷ്യനെ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നിട്ടുണ്ടായിരുന്നു. അവർ തോൽപ്പിച്ചിട്ട് തന്നെയാണ് ഈ 2 മാച്ചസിലും അവർ മുന്നേറുന്നത്. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നോക്കൌട്ടിലേക്ക് മുന്നേറണം എന്നുണ്ടെങ്കിൽ അവരിനി ഗാനയ്ക്കെതിരെ നടക്കുന്ന ഒരു മത്സരം 26-ാം തീയതി ഗാനയ്ക്കെതിരെ വെളുപ്പിന് 2:30 ഒരു മാച്ച് ഉണ്ട്. അതും കൂടി വിജയിച്ചാൽ മാത്രമേ ഒരു നോക്കൌട്ടിലേക്ക് അവർക്ക് കടക്കാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുന്നുള്ളൂ ഇപ്പൊ കളി ജയിച്ചെന്നുണ്ടെങ്കിലും. പിന്നെ ഈ കളിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂക്ക മോഡ്രിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200-ാമത്തെ കളിയാണ് ഇത്തവണ കളിച്ചത് നമ്മുടെ സ്വന്തം ലൂക്ക മോഡ്രിച്ച്. ഇതോടുകൂടി നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, അതുപോലെ തന്നെ ബദൻ അൽ മുലാവ എന്നിവർക്കൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി 200-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ആ ഒരു പട്ടികയിലേക്ക് ലൂക്ക മോഡ്രിച്ചും ഇടം പിടിച്ചു എന്നതാണ് ഈ കളിയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ അടുത്ത കളി എന്ന് പറയുന്നത് കൊളംബിയ വിസീസ് കോങ്കോ ആയിരുന്നു. 1-0 കൊളംബിയ കോങ്കോനെ അടിച്ചു മലർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ രഹിതമായ ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. സെക്കൻഡ് ഹാഫിലാണ് ഡാനിയൽ മുനോസ് ആണ് കൊളംബിയക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അടിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കോങ്കോനെ കുറിച്ച് പറയുമ്പോൾ പോർച്ചുഗലിനെ ഒരു തളച്ചു നിർത്തിയ ഒരു ടീമായിരുന്നു. പുതിയൊരു താരോദ്യം എന്നൊക്കെ പറയുന്നത് പോലെ പുതിയൊരു ടീം വേൾഡ് കപ്പിലേക്ക് വരുന്നു. ആ വേൾഡ് കപ്പിലേക്ക് അവർ നല്ലൊരു മുന്നേറ്റം നടത്തുന്നു, അല്ലെങ്കിൽ സമനിലയെ തളച്ചിടാൻ പറ്റുന്നു. ആ ഒരു ടീമിനെയാണ് കൊളംബിയ അല്ലെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ അവരെ തളച്ചിട്ടിട്ടുള്ളത്. 1-0. 76-ാമത്തെ മിനിറ്റിലാണ് കൊളംബിയ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പൊ 76-ാമത്തെ മിനിറ്റിലാണ് കൊളംബിയ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. ഡാനിയൽ മുനോസ് ആണ് ആ ഒരു ഗോള് നമ്മുടെ കൊളംബിയക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് കോങ്കോന്റെ ഗോളിയാണ് ലയണൽ എംബാസി. ഒരുപാട് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച സേവ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് സേവുകൾ നടത്തിയിട്ടും കുറേ നേരം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 76-ാമത്തെ മിനിറ്റിലാണ് ആളുടെ കയ്യിൽ നിന്ന് പോയത്. എന്നാലും ദീർഘനേരം പിടിച്ചിട്ട് നിൽക്കാൻ പറ്റിയിരുന്നു. ഒരുപാട് ഷോട്ടുകൾ വലയത്തേക്ക് പോയെങ്കിലും അത് തടഞ്ഞു നിർത്താനായിട്ട് ഗോൾ കീപ്പറിനെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോൾ കീപ്പർ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. എന്തുകൊണ്ടും നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിന്റെ ഒരു മാച്ച് തന്നെയാണ് അല്ലെ? അതെ, തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഒരു ജയത്തോടു കൂടി ഈ ഗ്രൂപ്പിലെ മത്സരത്തിൽ 6 പോയിന്റുമായി നമ്മുടെ സ്വന്തം കൊളംബിയ 1-ാം സ്ഥാനത്ത് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ചു. 2-ാമത്തെ മത്സരമായിരുന്നു. ഗ്രൂപ്പിൽ 6 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കൊളംബിയ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ പോർച്ചുഗലിനെതിരെ ഒരു സമനില നേടിയാൽ മാത്രമേ ഇനി കൊളംബിയക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു സമനിലയെങ്കിലും വേണം.
അതാണ് ഇപ്പോൾ നമ്മുടെ കൊളംബിയയുടെ അവസ്ഥ വരുന്നത്. കോങ്കോയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ കോങ്കോയുടെ അടുത്ത മത്സരം വരുന്നത് ഉസ്ബെക്കിസ്ഥാനായിട്ടാണ്. ഉസ്ബെക്കിസ്ഥാനെ ഒരു വലിയൊരു മാർജിനൽ റേറ്റിൽ തന്നെ തോൽപ്പിച്ചാൽ മാത്രമേ ഒരു നോക്കൗട്ടിലേക്ക് കോങ്കോയ്ക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് രണ്ടാണ് ഇവരുടെ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കളികളും മാച്ചുകളും. എന്തുകൊണ്ടും പോർച്ചുഗൽ ടീമിനും റൊണാൾഡോയ്ക്കും ആശ്വസിക്കാവുന്ന മറ്റൊരു വലിയൊരു മുന്നേറ്റം കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. പിന്നെ ഒരുപാട് കൊളംബിയ ആണെങ്കിലും കോങ്കോ ആണെങ്കിലും മറ്റേത് ടീമുകളാണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എന്താണ് ലോകകപ്പിൽ അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മുന്നേറ്റ മത്സരം കൂടിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പം ഇനി അടുത്ത ദിവസത്തെ മത്സരങ്ങളിലേക്ക് പോകാല്ലേ. അടുത്ത ദിവസത്തെ മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടീമുകൾക്ക് നിർണായകമായൊരു ദിവസം കൂടിയായിരിക്കും. അതായത് അവരുടെ ഗ്രൂപ്പ് മാച്ചിലെ 3rd മാച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പം പല ടീമിനും വളരെ നിർണായകമായ ഒരു മാച്ച് ആയിരിക്കും. അതുപോലെ അടുത്ത ലെവലിലേക്ക് ഇനി അവർ കടക്കുമോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തരുന്ന ഒരു മാച്ച് കൂടിയായിരിക്കും നാളത്തെ ദിവസം എന്ന് പറയുന്നത്. നാളത്തെ ദിവസം ഫസ്റ്റ് നടക്കാൻ പോകുന്ന മാച്ച് 12:30 സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കാനഡ. അതേപോലെ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2 മാച്ചസ് ആണ് അറ്റ് എ ടൈം നടക്കുന്നത്. 2 മാച്ചസ് ആയിട്ടായിരിക്കും നാളെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം നാളെ 12:30 12:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 12:30 2 മാച്ചസ് ആണ് നടക്കുന്നത്. ഒന്ന് സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കാനഡ, പിന്നെ ഒന്ന് ബോസ്നിയ വേഴ്സസ് ഖത്തർ. രണ്ടും നടക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 12:30 പിന്നെ രണ്ടാമത്തെ മാച്ച് വരുന്നത് 3:30 ഗ്രൂപ്പ് സിയുടെ മാച്ചസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് മൊറോക്കോ വേഴ്സസ് ഹൈറ്റി, പിന്നെ വരുന്നത് സ്കോട്ട്ലൻഡ് വേഴ്സസ് ബ്രസീൽ. അതിൽ ബ്രസീലിന്റെ ഗെയിം കുറച്ചും കൂടി നമ്മൾ ആരാധകർ നോക്കിയിരിക്കുന്ന ഒരു ഗെയിം കൂടിയാണ്. നെയ്മർ ഇറങ്ങുന്നു എന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു ന്യൂസ് ആഞ്ചലോട്ടി തന്നെ പറയുകയുണ്ടായി. അപ്പം നെയ്മറിന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മാച്ച് ആയിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടു മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, എംബാപ്പെ ആയിക്കോട്ടെ, പലവരും അവരുടെ ആ ഒരു ട്രേഡ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നെയ്മറിനെ വെയിറ്റ് ചെയ്യാണ്, എന്തായിരിക്കും അദ്ദേഹം ഇനി കളിക്കളത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ നാളെ 6:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കൊറിയ, അതുപോലെ ചെക്കിയ വേഴ്സസ് മെക്സിക്കോയുടെ മാച്ചസ് ആണ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ടീമുകൾക്ക് നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നാളെ കണ്ടറിയാം എന്തായിരിക്കും ഈ ടീമുകളുടെയൊക്കെ ഒരു അവസ്ഥ. ഇനി അവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറുമോ? ഇനി വരുന്ന മാച്ചസ് എല്ലാം ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും വരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് കിഡിലൻ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ. അപ്പോൾ എന്തായാലും ഫിഫ വേൾഡ് കപ്പ് 2026 ഒരു അടിപൊളി മാച്ച് തന്നെയായിരിക്കും എന്നതിൽ നമുക്ക് സംശയമില്ല എന്ന് പറയേണ്ടി വരും. അതെ, വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് സാധ്യത തുടങ്ങി വെച്ചുകൊണ്ടാണ് ഓരോ മത്സരങ്ങൾ അവസാനിക്കുന്നത്. അവരുടെ സസ്റ്റൈനബിലിറ്റി ആണെങ്കിലും അവരുടെ പോയിന്റുകളാണെങ്കിലും നമുക്കിപ്പോൾ ഏകദേശം ഒരു ഊഹം കിട്ടി. എന്തൊക്കെയാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ്, എന്തൊക്കെയാണ് അവരുടെ പോയിന്റ്സ്, എത്രത്തോളം അവർക്ക് മുന്നേറണം എന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആരാധകർക്ക് മനസ്സിലാക്കി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഓരോ കളികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മറ്റു കളികളുമായിട്ട് പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ്.